ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ അൽതാഷ്മ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള വിഷമങ്ങളിൽ ഒന്നായിരിക്കും ബിയർഡ് ഇല്ല, അല്ലെങ്കിൽ മുസ്റ്റാഷ് ഇല്ല, അല്ലെങ്കിൽ താടിക്കും മീശയ്ക്കും കട്ടിയില്ല എന്നുള്ളത്. അത് അവരുടെ ഈവൻ കോൺഫിഡൻസ് ലെവലിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നമ്മുടെ സ്വന്തം ഫ്രണ്ട്സുമായിട്ട് തന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും നല്ല ഡെൻസിറ്റി ഉള്ള താടിയും മീശയും ഒക്കെ ഉള്ളവർ കൂട്ടത്തിലുണ്ടാവും. അപ്പം ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു മിനിറ്റെങ്കിലും അവർക്ക് തോന്നും, കണ്ടോ അവനെ പോലെ എനിക്കും നല്ല ഡെൻസിറ്റി ഉള്ള നല്ല താടിയും മീശയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആ ഒരു കോംപ്ലക്സ് ആർക്കാണെങ്കിലും തോന്നും. കുറച്ചു കാലം മുമ്പ് വരെ താടി മീശ എന്നൊക്കെ ഉള്ളത് സൗന്ദര്യത്തെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മീശ താടി ഒക്കെ എന്ന് പറയുന്ന നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബിയർഡിനാണെങ്കിലും മുസ്റ്റാഷിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അതിൻ്റെയൊക്കെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഓയിൽസും സെറംസും അല്ലെങ്കിൽ ക്രീംസും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും ഒരു 100% റിസൾട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്തിയതായിട്ട് ഒരു തെളിവുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് 100% നാച്ചുറൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. ഞാൻ ഇന്ന് ചെയ്യുന്ന കേസ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ബിയർഡ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ഏജ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണ്. മൂന്നാമത്തെ കാര്യം പേഷ്യൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ്. നാലാമത്തെ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ബിയർഡ് ഡിസൈൻ. ഈ 4 കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം. പേഷ്യൻ്റ് ക്ലോട്ട് റിമൂവലിന് വന്നിട്ടുണ്ട്. ക്ലോട്ട് റിമൂവലിന് ശേഷം നമുക്ക് പേഷ്യൻറ്റിനോട് തന്നെ ചോദിച്ചു നോക്കാം പുള്ളിക്ക് എന്താ നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത് എന്ന്. ഹായ്, ഇപ്പം എൻ്റെ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഇന്നേക്ക് 10ാമത്തെ ദിവസം ക്ലോട്ട് റിമൂവലിന് വന്നാണ്. ഇപ്പോൾ റിമൂവൽ കഴിഞ്ഞു. പിന്നെ പെയിന് അങ്ങനത്തെ സംഭവമൊന്നും ഇപ്പം ഇല്ല. ചെയ്യണ ടൈമിൽ അനസ്തേഷ്യ വരുമ്പോഴുള്ള ഒരു ചെറിയ പെയിൻ മാത്രം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭാഗമൊന്നും ചെയ്യണതൊന്നും അറിയില്ല. വേറെ ഒക്കെ ഒന്നാമത് നല്ല പേടിയുണ്ടെന്ന് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് അനസ്തേഷ്യ തന്ന് പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ പെയിനൊന്നുമില്ല, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇനി അപ്പോൾ 3500 ഗ്രാഫ്റ്റാണ് വെച്ചത്. പിന്നെ നീര് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കുറച്ച് നീരുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ചൊരു തൂങ്ങിയ മാതിരി നിന്നിരുന്ന്.
അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോയി. പിന്നെ ചെയ്ത് പെയിൻ അനസ്തേഷ്യേൻ്റെ ഇത് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് പെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ താടീൻ്റെ ഭാഗത്തൊക്കെ. അതൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ അനസ്തേഷ്യേൻ്റെ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നും ഒരു പെയിൻ ഇല്ല. പിന്നെ ഡോണർ ഏരിയ നമ്മൾ മുടി എടുത്ത ഭാഗത്ത് ചെറിയൊരു പെയിൻ 2-3 ദിവസം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു ഓയിൻമെൻറ്റ് ഇവിടെ തന്നെ തരും. തന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ബിഎഡ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. ഒന്നാമത് ഈ താടി ഇല്ലാത്തതിൻ്റെ ഇതും പിന്നെ നമ്മുടെ യൂത്തിൻ്റെ ഇടയിലൊക്കെ പല ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണല്ലോ ബിഎഡ്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ ജോബിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ നമ്മുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു മെച്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും മറ്റാണ് ഞാൻ പിന്നെ ബിഎഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കാമെന്നൊരു ഇത് ചൂസ് ചെയ്ത്. അപ്പോൾ ചെയ്യണം എന്നുള്ളൊരു എന്തായാലും ഒന്ന് ചെയ്യുക. നിങ്ങൾ ഈ പെയിന് സർജറി ആണെന്നും പേടിച്ച് വരാക്കരുത്. 100% പെയിൻ ഫ്രീ ആണ്. ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്യാം. അങ്ങനെ പേഷ്യൻറ്റിന് പറയാനുള്ളത് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇനി ബിയേർഡ് ഇല്ല അല്ലെങ്കിൽ മുസ്റ്റാഷ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് ആരും തന്നെ വിഷമിച്ചിരിക്കേണ്ട. പിന്നെ ഒട്ടും പേടി തോന്നേണ്ട കാര്യവുമില്ല. ഇതൊരു മൈനർ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. അണ്ടർ ലോക്കൽ അനസ്തേഷ്യയിലാണ്. അതിന് യാതൊരു സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ലൈക്ക് നമ്മൾ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊരു 2-3 മാസത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, അത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രൊസീജിയറൊന്നും അല്ല. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും പോയി ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഇതിലൂടെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നാച്ചുറൽ റിസൾട്ടാണ്. അതുകൊണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും തന്നെ പോയി ചെയ്യുക. അപ്പോൾ എൻ്റെ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ. ബൈ.